ഡിയർ സോൾസ്, നമുക്കിന്ന് നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സ്, നിങ്ങളോട് എന്താണ്, സിറ്റുവേഷൻ എന്താണ് എന്നൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത് ഹാബിറ്റ്സ് ആണ്. ഐ ഡോണ്ട് നോ ഇഫ് വി വിൽ എവർ ചേഞ്ച്. നമ്മൾ എപ്പോഴെങ്കിലും മാറുമോ, അതായത് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ നിന്ന്, ഇപ്പോൾ ഒരു വല്ലാത്ത ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരവസ്ഥയാണെന്ന് തോന്നുന്നുണ്ട്, അതിൽ നിന്ന് നമുക്കൊരു മാറ്റം ഉണ്ടാകുമോ എന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് യാതൊരു ധാരണയുമില്ല, അറിവില്ല എന്ന് പറയുന്നുണ്ട്. ഡെസീവ് പറയണ്ടേ, ഐ നോ മൈ ഇൻഎബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഹർട്ട്സ് യു. നിന്നെ ഞാൻ ഹർട്ട് ചെയ്തു, അല്ലെങ്കിൽ നീ ഹർട്ട് ചെയ്യപ്പെടേണ്ടി വന്ന സമയങ്ങളിൽ ഒരു നല്ല തീരുമാനമെടുത്തിട്ട് അത് സോൾവ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നത് എൻ്റെ കഴിവില്ലായ്മയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നല്ല കാര്യം. സീക്രട്സ്, ഐ ഹാവ് ഇൻസ്റ്റോൾഡ് യു എവറിത്തിങ്. ഞാൻ എല്ലാ കാര്യങ്ങളൊന്നും നിന്നോട് തുറന്ന് പറഞ്ഞിട്ടില്ല, കാരണം എനിക്ക് ആ സാഹചര്യം അങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലായിരുന്നില്ല ഞാൻ എന്ന് പറയുന്നുണ്ട്. മെൻസ് വന്നിട്ടുണ്ട്. ഐ വാണ്ട് ടു ഫിക്സ് കണക്ഷൻ. നമ്മളുടെ കണക്ഷൻ വീണ്ടും അത് ഒന്ന് ഫിക്സ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത്. അടുത്തത് പറയുന്നത് കമ്മിറ്റ്മെൻ്റ് ആണ്. ഐ വാണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ. എൻ്റെ ഭാവിയിലെ നീ എൻ്റെ ഒരു പാർട്ട്ണർ ആകണം, അല്ലെങ്കിൽ ഈ ജീവിതത്തിലെ ഒരു പാർട്ട് നമ്മൾ ഒരുമിച്ച് വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ പിന്നെ ചില പ്രശ്നങ്ങളൊക്കെ ലൈഫിൽ വന്നിരുന്നു, നമ്മളുടെ കണക്ഷനിൽ എന്തൊക്കെയോ ചില വിഷയങ്ങളൊക്കെ വന്നു. പക്ഷേ ഇനിയും നിനക്കത് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇനി അതിനൊരു ചേഞ്ച് വരുമോ എന്നൊന്നും എനിക്കിപ്പോൾ അറിയില്ല. എന്നാൽ എൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട്, ഞാൻ പലതും മൂടി വെച്ചിട്ടുണ്ട്. നിൻ്റെ അടുത്ത് പിന്നെ അത് സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കണമെന്ന് പറയുന്നുണ്ട്, പാർട്ട്ണറായി ജീവിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇത്രയൊക്കെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്കുള്ളത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.